ഞങ്ങൾ ഗുരുവായൂരിൽ ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന സിദ്ധഗൗരംഗദാസ് പ്രഭുജിയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ശിക്ഷാഗുരുവാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒത്തുകൂടാറുണ്ട്. പ്രഭുജിയുടെ ക്ലാസ്സും മാതാജി ശാന്തലക്ഷ്മി മാതാജിയുടെ കൈപുണ്യവും നുകരാറുണ്ട്. 40-45 വർഷത്തോളം വിദേശത്ത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടവരാണ് ഫാമിലി മുഴുവനും. അവരുടെ മകൻ ശരത്ത് നന്നായി കീർത്തനം ചെയ്യും. ശാന്തലക്ഷ്മി മാതാജിയുടെ അമ്മയാണിത്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. കൃഷ്ണ മാതാജി, ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കി തരുന്നത് ഏകാദശിയായിട്ട്? സാബുദാന കിച്ചടി, പിന്നെ കുറച്ച് പൊട്ടറ്റും പനീറും കൂടിയുള്ള കറി, പിന്നെ കുറച്ച് കൂവ പായസം. ഹരേ കൃഷ്ണ. പിന്നെ ഫ്രൂട്ട്സ്. അപ്പൊ എത്രയോ കാലമായിട്ട് ഒരുപാട് ഭക്തന്മാരെ സേവിച്ചിട്ടുള്ള മാതാജിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ആ സൗഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു. എന്താ ജീരകം ഇതിലെന്തൊക്കെയാണ് മാതാജി? ഇഞ്ചി പച്ചമുളക് മാത്രം. സാബുദാന കിച്ചടിക്കാണ്. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് ഇടാൻ പൊട്ടറ്റോ ഇടാൻ വേണമെങ്കിൽ പൊട്ടാറ്റോ ഇടാം അല്ലേ? അത് ഇന്നലെ വെള്ളത്തിലിട്ടു. എത്ര മണിക്കൂർ വേണമെന്ന് പറ്റും? അത് നമ്മളിപ്പോൾ ഓവർനൈറ്റ് ഇട്ടാൽ മതി, ധാരാളം മതി. അതെ, ഇത് വെള്ളം ഇല്ലാണ്ട് ആവണം. അപ്പോൾ നമ്മൾ ഈ സാബുദാന നല്ലോണം കഴുകണം. അതിൽ വെളുത്ത പൊടിയുണ്ട്, അതൊക്കെ ഒന്ന് പോകണം. പോയിട്ട് അത് കവർ ചെയ്യുന്ന അത്രമാത്രം വെള്ളം ഒഴിക്കും. അത്രയും വേണം. പിറ്റേ ദിവസം നമ്മൾക്ക് അത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ ഇതിൽ കപ്പലണ്ടി വറുത്തു. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്ത് വെച്ചാൽ കുരുമുളകും കൂടി അതിൻ്റെ കൂടെ വറുത്തു. നമ്മൾ കുരുമുളക് പൊടി കണ്ടതിലിടുക, കുരുമുളക് അതിൻ്റെ കൂടെ കൂടെ വറുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി പൊടിച്ച് കളയും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് അടച്ച് വയ്ക്കുക. സാബുദാന കിച്ചടി എന്നും പറയാം, ഉപ്പുമാവെന്നും പറയാം. ഒരു നുള്ളു പഞ്ചസാര എത്ര നേരം അടച്ച് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആവും. ഈ സാബുദാന ഇപ്പോൾ വൈറ്റ് അല്ലേ, ഇത് ട്രാൻസ്പെറൻ്റ് ആവും. കളർ ചേഞ്ച് വരും അല്ലേ? അപ്പോൾ ഈ സാബുദാനയ്ക്ക് എപ്പോഴും ഇത്തിരി ഓയിൽ കൂടുതൽ കഴിക്കണം. ഓയിൽ കുറച്ച് കൂടുതൽ കഴിക്കണം. അപ്പോൾ നമുക്ക് എനിക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ കുറച്ച് ലെമൺ ജ്യൂസും കൂടി മീതെ ഒഴിച്ച് ഇളക്കി അവിടെ വയ്ക്കും. പിന്നെ മല്ലിയിലയിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് ഇടാം. അടുത്ത വിഭവമായിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഹരേ കൃഷ്ണ.